വിളിക്ക് വീണ്ടും ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രതിയായ ഭർത്താവ് നോബിയുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ഇനി ഏപ്രിൽ 2-നാണ് വിധി പറയുക. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഭർത്താവ് നോബി ആത്മഹത്യാ പ്രേരണ നടത്തിയെന്നും നോബിയുടെ തുടർച്ചയായ പീഡനമാണ് ആത്മഹത്യക്ക് കാരണമായതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഈ പ്രോസിക്യൂഷന്റെ നിലപാടെന്താണ്? പ്രതിഭാഗം ഈ ജാമ്യാപേക്ഷയിന്മേൽ ഉന്നയിച്ച വാദങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഈ ഒരു കേസിന്റെ ഗൗരവം, അതായത് ഇതൊരു ഗുരുതരമായ കേസാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം നടന്നിരുന്നത്. മാത്രമല്ല, ഈ പോലീസിന്റെ പക്കൽ ഉള്ള തെളിവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വാദം ഉണ്ടായിരുന്നത്. അതായത് ഈ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത് തലേന്ന് രാത്രിയിൽ വിളിച്ച ഫോൺ കോളാണ്, ആ ഫോൺ കോളാണ് ഏറ്റവും നിർണായകമായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വാദം ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയ ശേഷമാണ് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്മേലുള്ള വാദം നടത്തിയത്. ഏതാണ്ട് 4 ദിവസത്തോളം ഈ കേസ് പലതരത്തിൽ വാദം നടത്തുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തതാണ്. ഇന്നാണ് ഇതിന്റെ വാദം പൂർത്തിയായത്. എന്തായാലും വിധി പറയാനായി മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഏപ്രിൽ 2-ന് ഇത് സംബന്ധിച്ചുള്ള വിധി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രധാനമായും ഈ പ്രതിഭാഗത്തിന്റെ ഒരു വാദം ഈ ഒരു വാട്സപ്പ് കോള് മാത്രമാണ്. ആ വാട്സപ്പ് കോളിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ കുടുംബത്തിലടക്കം പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഈ അയൽവാസികളുടെ ഒക്കെ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചത്. എന്തായാലും കോടതിയാണ് ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. ഏപ്രിൽ 2-ന് കോടതി ഈ ഒരു നോബിക്ക് ജാമ്യം അനുവദിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ ചർച്ച നടന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ കോടതിയുടെ തീരുമാനം ഇനി പ്രധാനപ്പെട്ടതാണ്. ടോം, ശ്രീജിത്ത്, പോലീസിന്റെ അന്വേഷണം ഇത് ഏത് ഘട്ടം വരെയാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്? കാരണം നോബിക്കെതിരെ നിർണായകമായിട്ടുള്ള പല തെളിവുകളും നേരത്തെ പുറത്തു വന്നതാണ്. എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി, പല രീതിയിലുള്ള ചൂഷണങ്ങൾ നേരിട്ടു, പല ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നതാണ്. ഈ കേസിൽ നോബിയുടെ മാതാപിതാക്കൾക്കും പങ്കുണ്ട്, അവരെയും പ്രതി ചേർക്കണമെന്നൊക്കെ ആവശ്യം ഷൈനിയുടെ ബന്ധുക്കൾ ഉന്നയിച്ചതാണല്ലോ. അവരിലേക്കും അന്വേഷണം നീങ്ങിയിരുന്നോ? അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ കുറ്റപത്രത്തെക്കുറിച്ചുള്ള ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നോബിയുടെയും ഒപ്പം തന്നെ ഷൈനിയുടെയും ഫോണുകളാണ്. ആദ്യഘട്ടത്തിൽ ഷൈനിയുടെ ഫോൺ കണ്ടെത്തിയിരുന്നില്ല. പിന്നീടാണ് ഈ ഫോൺ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിലെ പരിശോധന ഫലം പുറത്തു വന്നാൽ, ഇതിലെ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നാലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ ഈ ആരോപിക്കപ്പെട്ടതുപോലെ ഷൈനിയുടെ കുടുംബത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയും പുറത്തു വരിക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പോലീസും കരുതുകയാണ്. നിലവിൽ എന്തായാലും നോബി മാത്രമാണ് പ്രതി എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഷൈനിയുടെ കുടുംബം നിലവിൽ എന്തായാലും പ്രതിക്കൂട്ടിലല്ല. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ഷൈനി ജോലി ചെയ്ത കെയർ ഹോം ഉടമ അടക്കമുള്ളവർ ഷൈനിയുടെ പിതാവ് ഈ ഒരു ജോലി കളയാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയതായിട്ടുള്ള വാദങ്ങളടക്കം ഉന്നയിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിതാവിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ, എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ളത് ഈ ഫോൺ പരിശോധനാ ഫലം പുറത്തു വന്നാലായിരിക്കും വ്യക്തമാകുക. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് മലപ്പുറത്ത്.